വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വാഗമൺ ഒളുപ്പുണ്ണി കോൺവെന്റിലെ കിണറ്റിൽ കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. HS കോൺവെന്റിലെ സിസ്റ്റർ സ്റ്റെല്ല മരിയയുടെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. കോൺവെന്റ് വളപ്പിൽ തന്നെയുള്ള കിണറ്റിലാണ് മരിയയുടെ മൃതദേഹം കണ്ടത്. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 5 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് കാണാതായതിനെ തുടർന്നുള്ള തിരച്ചിലാണ് കന്യാസ്ത്രീയായ സ്റ്റെല്ല മരിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഠത്തിന്റെ 20 മീറ്റർ മാത്രം അകലെയുള്ള കിണറ്റിലായിരുന്നു മൃതദേഹം. 1 മാസം മുമ്പാണ് 35-കാരിയായ ഇവർ വാഗമണിലെ ഉളുപ്പൂണി SH കോൺവെന്റിൽ എത്തുന്നത്. അധ്യാപിക കൂടിയായ സ്റ്റെല്ല മരിയയ്ക്ക് നേരിയ വിഷാദരോഗമുണ്ടായിരുന്നതായി മഠത്തിലെ കന്യാസ്ത്രീകൾ പറയുന്നു. ചങ്ങനാശ്ശേരിയിൽ ഇവർ കൗൺസിലിംഗ് നടത്തി വരികയാണ്. ഇതിനിടയിലായിരുന്നു സംഭവം. പോലീസും അഗ്നിശമന സേനയും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ആത്മഹത്യയാകാം എന്ന പ്രാഥമിക നിഗമനത്തിലാണ് മഠത്തിലുള്ളവരും പോലീസും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നവർക്ക് മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ മലയാളി യുവതി സ്മിതയെ കാണാതായ സംഭവം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. സ്മിതയുടെ പിതാവ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഉത്തരവ്. പാസ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്മിതയുടെ ഭർത്താവിന്റെ ഹർജി കോടതി തള്ളി. 10 വർഷം മുമ്പ് ഭർത്താവിന്റെ താമസ സ്ഥലത്തു നിന്നുമാണ് നവവധു സ്മിതയെ കാണാതായത്. സ്മിത കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാണ് ഭർത്താവ് സാബു വീട്ടുകാരെയും ദുബായ് പോലീസിനെയും അറിയിച്ചിരുന്നത്. എന്നാൽ സ്മിതയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ സ്മിതയുടേതെന്ന് കാണിച്ച സാബു ഹാജരാക്കിയ കത്ത് സാബു തന്നെയാണ് എഴുതിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞതോടെയായിരുന്നു കേസിന് വഴിത്തിരിവാകുന്നത്. നാട്ടിലെത്തിയ സാബുവിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇയാൾക്കൊപ്പം ദുബായിലുണ്ടായിരുന്ന ദേവയാനി എന്ന സ്ത്രീ കേസിൽ മാപ്പുസാക്ഷിയായി. സ്മിതയെ സാബു മുറിവേൽപ്പിക്കുന്നത് കണ്ടതായി ഇവർ മൊഴി നൽകി. എന്നാൽ സ്മിതയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് പരിമിതി ഉണ്ടായിരുന്നു. ദുബായിൽ കണ്ടെത്തിയ സ്മിതയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണത്തിന് ഹൈക്കോടതിയെ സ്മിതയുടെ വീട്ടുകാർ സമീപിക്കുന്നത്. കേസിന് പ്രാധാന്യമില്ലെന്നായിരുന്നു CBIയുടെ ആദ്യ നിലപാട്. എന്നാൽ കേസ് ഏറ്റെടുക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിക്കുകയായിരുന്നു. പാസ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്മിതയുടെ ഭർത്താവ് സാബുവിന്റെ ഹർജിയും കോടതി തള്ളി. സ്മിതയുടെ കുടുംബത്തിനായി അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേസ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. ഷംസുദ്ദീൻ, സ്മിത തിരോധാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കേസിൽ CBI അന്വേഷണം അനിവാര്യമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം, ഈ കേസിന്റെ കുറ്റകൃത്യം നടന്നത് ദുബായിലാണ്. ഡെഡ് ബോഡി കണ്ടെന്ന് പറയുന്നത് ഷാർജയിലെ മോർച്ചറിയിലാണ്. ഈ പ്രതി അവസാനം രക്ഷപ്പെട്ടു പോയത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ നിന്നാണ് പ്രതിയെ കൊണ്ടുവരുന്നത്. മാത്രമല്ല, പ്രതി ആദ്യമായി അമേരിക്കയിൽ നിന്ന് ലീവിലെത്തുമ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായി അറിയാവുന്ന അമേരിക്കയിലെ സുഹൃത്തുക്കൾ രഹസ്യ വിവരം ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് എയർപോർട്ടിൽ പോയി ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകരും സ്മിതയുടെ പിതാവും മാതാവും ബന്ധുക്കളും എല്ലാം അടങ്ങുന്ന വലിയൊരു സംഘം എയർപോർട്ടിൽ നിന്ന് ഈ പ്രതിയെ കയ്യേറ്റം ചെയ്ത് ആദ്യമായി പോലീസിന് പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അമേരിക്കയിലും ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയുടെ കൂട്ടാളിയായ സ്ത്രീ വർക്ക് ചെയ്തിരുന്നത് കുവൈറ്റിലാണ്. അവര് 3 പാസ്പോർട്ടോളം മാറി മാറിയാണ് പല പേരുകളിൽ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കേസായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ഒട്ടനവധി പരിമിതികൾ അവർക്കുണ്ട്. ഇപ്പൊ തന്നെ 9 മാസക്കാലമായിട്ട് അവരുടെ DNA ടെസ്റ്റ് നടത്തുന്ന സമയത്ത് തന്നെ വളരെ കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. നേരിട്ട് ദുബായ് പോലീസുമായി ബന്ധപ്പെടാനോ അതിന്റെ കാര്യങ്ങൾ ശേഖരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ സെൻട്രൽ ലെവലിലുള്ള ഒരു അന്വേഷണ ഏജൻസി ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് ആ രാജ്യാന്തര ബന്ധമുള്ള കേസായതുകൊണ്ട് ആ രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റവുമായിട്ടും ഏജൻസിയുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശേഖരിക്കുന്നതിനും പ്രതികളെ വേണ്ടി വന്നാൽ ആ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ട് തെളിവെടുക്കുന്നതിനും അതുപോലെ കേസിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. കേസിലെ പ്രോസിക്യൂട്ടർ ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ് ടെലിഫോണിൽ പ്രതികരിച്ചത്. കൊട്ടാരക്കര ഇരണൂരിൽ പിഞ്ചുകുഞ്ഞിന്റെ മുഖത്ത് അംഗൻവാടി ടീച്ചർ മുളക് തേച്ചതായി പരാതി. ഇരണൂർ ലക്ഷംവീട് കോളനിയിൽ പ്രസാദിന്റെ മകൻ 3 വയസ്സുള്ള കാശിനാഥന്റെ മുഖത്താണ് മുളക് തേച്ചത്. റിപ്പോർട്ട് കൊല്ലം ബ്യൂറോയിൽ നിന്ന്. കാശിനാഥന്റെ മുഖത്തെ പാടുകണ്ടാണ് വീട്ടുകാർ കുട്ടിയോട് വിവരം അന്വേഷിച്ചത്. അപ്പോഴാണ് ടീച്ചർ മുളക് തേച്ച കാര്യം വീട്ടുകാരറിയുന്നതും. പഠിക്കാത്തതിനെ തുടർന്നാണ് മുളക് തേച്ചതെന്നാണ് കാശിനാഥൻ പറയുന്നത്. അംഗനവാടിയുടെ മുറ്റത്തു നിന്ന് ഉണ്ടമുളക് പറിച്ച് ഉടച്ചാണ് കുട്ടിയുടെ മുഖത്ത് തേച്ചത്. മൂക്കിന് താഴെയായി പൊള്ളിവന്ന പാടുണ്ട്.
എന്താ ടീച്ചർ അടിച്ചേ? കുട്ടിയെ ടീച്ചർ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. കൈകളിൽ അടിക്കുകയും പുറത്ത് നുള്ളുകയും ചെയ്യാറുണ്ട്. വിവരം തിരക്കിയപ്പോൾ ടീച്ചർ തങ്ങളോട് കയർത്തതായും മുളക് തേച്ചതായി ടീച്ചറും സമ്മതിച്ചുവെന്നും മാതാവ് പറയുന്നു. കാര്യം പറയുമ്പോൾ ടീച്ചർ ദേഷ്യപ്പെട്ടു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ രാവിലെ കൊണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഇപ്പോൾ ഇതെന്ത് പറ്റിയെന്ന്, ആരും ഒന്നും ചെയ്യാതെ ഇങ്ങനെ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ടീച്ചർ പറഞ്ഞത്, ഞാൻ അടി ചെയ്തത്, നിനക്ക് സാധിക്കാമെന്ന് നീ പോയി അങ്ങ് സാധിക്കാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് പിന്നെ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നീ നിൻ്റെ കൊച്ചിനെ കൊണ്ടുവരണ്ട, ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൊണ്ടുവിട്ടിട്ടുമില്ല. ടീച്ചർ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് കുട്ടി രാത്രിയിൽ ഞെട്ടി ഉണരാറുണ്ടെന്നും അമ്മ പറയുന്നു. സംഭവത്തെപ്പറ്റി കുട്ടിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈൻ അധികൃതർക്ക് പരാതി നൽകി. ചൈൽഡ് ലൈൻ അധികൃതർ അംഗനവാടിയിലെത്തി തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനങ്ങൾക്ക് ഭീതിയും പോലീസ് സേനയ്ക്ക് തലവേദനയുമായി പാലക്കാട് ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കടുകുമണ്ണ, തിരുവിഴാങ്കുന്ന് വെടിവെപ്പുൾപ്പെടെ 6 അക്രമ സംഭവങ്ങളാണ് ഈ ജില്ലയിലുണ്ടായത്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് വനമേഖലയിൽ നടന്ന വെടിവെപ്പടക്കം ഒരു വർഷത്തിനുള്ളിൽ 6 മാവോയിസ്റ്റ് ആക്രമണങ്ങളാണ് പാലക്കാട് ജില്ലയിൽ നടന്നത്. അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് മാറി മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നെന്ന പ്രത്യേകതയും മണ്ണാർക്കാട് കേസിനുണ്ട്. 2014 ഡിസംബർ 22-ന് സൈലന്റ് വാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തീവച്ച് നശിപ്പിച്ചതാണ് അട്ടപ്പാടിയിലെ ആദ്യ മാവോയിസ്റ്റ് ആക്രമണം. തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ നടന്ന പ്രധാന സംഭവം 1.5 മാസം മുമ്പ് കടുകുമണ്ണ ഊരിൽ നടന്ന ഏറ്റുമുട്ടലായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് തിരുവിഴാങ്കുന്ന് വെടിവെപ്പും. ആനവായി, താഴെ തൊടുക്കി എന്നിവിടങ്ങളിലെ ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് തീവച്ച് നശിപ്പിച്ചതും ഇക്കാലയളവിൽ തന്നെ. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സമിതി ഏറ്റെടുത്ത് നോട്ടീസ് പതിക്കുന്ന സാഹചര്യവുമുണ്ടായി. രൂപേഷ് അടക്കമുള്ളവരെ പിടികൂടിയ ശേഷമാണ് 5 ആക്രമണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. കടുകുമണ്ണ വെടിവെപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അട്ടപ്പാടി സ്വദേശി അയ്യപ്പനെ പിടികൂടി വെറുതെ വിട്ട സാഹചര്യവുമുണ്ടായി. അട്ടപ്പാടി മണ്ണാർക്കാട് വനമേഖലയിൽ 20 അംഗ മാവോയിസ്റ്റ് സംഘം പ്രവർത്തിക്കുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന പരിശോധന 2 വെടിവെപ്പിൽ കലാശിച്ചതൊഴിച്ചാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസ് സേനയെ കുഴക്കുകയാണ്. AK ലതീഷ്, പാലക്കാട്. ദില്ലി കേരള ഹൗസ് റെയ്ഡ് ചെയ്ത ദില്ലി പോലീസ് നടപടി ദുരുദ്ദേശപരമായിരുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. PK ബിജു MP ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം നൽകിയ മറുപടിയിലാണ് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ് ആഭ്യന്തര മന്ത്രാലയം മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചത്. ടീം സോളാറിൽ നിന്നും 3 ജനപ്രതിനിധികൾ സാമ്പത്തികം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ. ഹൈബി ഈഡൻ, PC വിഷ്ണുനാഥ്, മോൻസ് ജോസഫ് എന്നിവരാണ് സാമ്പത്തികം കൈപ്പറ്റിയത്. രശ്മി വധക്കേസിൽ തനിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിൽ നിന്നും പ്രോഫിറ്റബിൾ റേഷ്യോ പ്രകാരം ഹൈബി ഈഡനും മോൻസ് ജോസഫും PC വിഷ്ണുനാഥും പണം കൈപ്പറ്റിയെന്നാണ് ബിജു സോളാർ കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തിയത്. ഹൈബിയുടെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം CMS കോളേജിലും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്യാമ്പ് ഓഫീസിന് മുകളിലെ സോളാർ വാട്ടർ ഹീറ്റർ ഘടിപ്പിക്കുന്നതടക്കം 12 ഓർഡറുകൾ ലഭിച്ചത്. ഈ ഇടപാടിൻ്റെ 20% തുക ഹൈബിയുടെ കലൂരിലെ വീട്ടിൽ എത്തിച്ചു കൊടുത്തെന്നാണ് ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയത്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോൻസ് ജോസഫ് സരിതയുമായുള്ള ബന്ധം സ്ഥാപിച്ചതോടെ അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞു. 2012 അവസാനം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിലും മുനിസിപ്പാലിറ്റി ഓഫീസിലും സോളാർ ഉൽപ്പന്നങ്ങൾ സ്ഥാപിക്കാൻ PC വിഷ്ണുനാഥ് MLA ആണ് സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞത്. ഇതിലേക്കായി 5 ലക്ഷം രൂപ വിഷ്ണുനാഥിൻ്റെ സാന്നിധ്യത്തിൽ സഹായിയുടെ കയ്യിൽ കൊടുത്തെന്നും ബിജു സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുണ്ട്. 3 MLAമാരും കൊല്ലം DYSP ആയിരുന്ന CG സുരേഷ് കുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ്, ഫെനി ബാലകൃഷ്ണൻ തുടങ്ങി 8 പേർ അടങ്ങുന്ന കോർ ഗ്രൂപ്പ് രശ്മി വധക്കേസിൽ തനിക്കെതിരെ കൊല്ലം യാത്രി നിവാസിലിരുന്ന് ഗൂഢാലോചന നടത്തിയെന്നും കൊല്ലം ജില്ലാ ജഡ്ജിക്ക് നൽകാനെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ മനോജ്, പ്രദീപ് എന്നിവരിൽ നിന്നുമായി ഫെനി ബാലകൃഷ്ണൻ വാങ്ങിയെന്നും ബിജു സോളാറിൽ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നതുവരെ അറസ്റ്റിന് വേണ്ടി കാത്തിരിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്.
വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും മൊഴിയെടുക്കും. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പ്രസംഗത്തിലെ പരാമർശങ്ങൾ 153A പ്രകാരം ഉള്ള കുറ്റത്തിന് കാരണമായോ എന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ വീണ്ടും കടുവാഭീതി. കുപ്പാടി, 3-ാം മൈൽ, വടക്കനാട് എന്നിവിടങ്ങളിലായി 10ഓളം വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ ഇനിയും പിടികൂടാനായിട്ടില്ല. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ കർണാടക, തമിഴ്നാട്, കേരള വനംവകുപ്പുകളുടെ സംയുക്ത സംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. 2 വർഷക്കാലത്തിനിടെ 7 കടുവകളാണ് വയനാടിന്റെ വനയോര ജനവാസ കേന്ദ്രങ്ങളെ ഭീതിയിലാഴ്ത്തിയത്. ഇതിൽ 2 കടുവകളെ വനം വകുപ്പ് വെടിവെച്ചു കൊന്നു. ബാക്കിയുള്ളവയെ മയക്കുവെടിവെച്ചും കൂടുകൾ സ്ഥാപിച്ചും പിടികൂടി. ഇപ്പോൾ ബത്തേരി, കുപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി മറ്റൊരു കടുവയുടെ സാന്നിധ്യം പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ വടക്കനാട്, വള്ളുവാടി മേഖലകളിൽ കടുവയുടെ ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ട കന്നുകാലികളുടെ എണ്ണം 5ആയി. വിവിധയിടങ്ങളിൽ വനംവകുപ്പ് കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിരിക്കുകയാണ്. അതേസമയം പ്രദേശത്ത് പ്രതിഷേധങ്ങളും വീണ്ടും ഉയർന്നുവരുന്നു. മതിയായ നഷ്ടപരിഹാരവും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരവും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ. അവിടുന്ന് വരുന്ന സമയത്ത് പശുവിനെ ഇവിടെ വന്ന് കടുവ പിടിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കിയിട്ടാണ് അത് പോയത്. വലിയൊരു കടുവയാണ്. അതിപ്പോൾ കുറേ പ്രാവശ്യമായി ഇപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതിനിപ്പോൾ പിടിച്ചു. കഴിഞ്ഞ ആഴ്ച എൻ്റെ വേറൊരു പശുവിനെ പിടിച്ചു. കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും വയനാട്ടിലെ വനയോര ഗ്രാമങ്ങൾ വന്യമൃഗ ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി ചുള്ളിക്കാട് കോളനിയിലെ ചന്ദ്രൻ കാട്ടാനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. കൽപ്പറ്റ പെരുന്തട്ടയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നാണ് ഒരു പുള്ളിപ്പുലിയെ ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയത്. കാട്ടാനകളും കടുവയും പുലിയും കാട്ടുപന്നികളും ഉൾപ്പെടെ വയനാടൻ ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. ഫയർഫോഴ്സിന്റെ മേധാവിയായി നിയമിതനായ ലോക്നാഥ് ബെഹ്റ അവധിയിൽ പോകുന്നു. തന്നെ തരം താഴ്ത്തതിൽ പ്രതിഷേധിച്ചാണ് ബെഹ്റ അവധിയിൽ പ്രവേശിക്കുന്നത്. അതേസമയം ജേക്കബ് തോമസിനെ അനുകൂലിച്ച അനിൽകാന്തിനെ ഫയർഫോഴ്സിൽ നിന്ന് നീക്കി. ബറ്റാലിയൻ ADGP ആയാണ് അനിൽകാന്തിന്റെ പുതിയ നിയമനം. ഋഷിരാജ് സിംഗ് ജയിൽ DGP ആകും. നിലവിൽ ജയിൽ മേധാവിയായ ലോക്നാഥ് ബെഹ്റയെ ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലാക്കാനും അനിൽകാന്തിനെ ബറ്റാലിയൻ്റെ ADGP ആക്കാനും ഋഷിരാജ് സിംഗിനെ ജയിൽ മേധാവിയാക്കാനുമായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ സർക്കാരിൻ്റെ നീക്കമറിഞ്ഞതോടെ ലോക്നാഥ് ബെഹ്റ അവധിയിൽ പോകാൻ തീരുമാനിച്ചു. ജേക്കബ് തോമസ് അനുമതി നിഷേധിച്ച ഫ്ളാറ്റുകൾക്ക് NOC നൽകേണ്ടതില്ലെന്നായിരുന്നു അനിൽകാന്തിൻ്റെയും തീരുമാനം. കേരളം വളരേണ്ടത് താഴേക്കാണോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി അനിൽകാന്തിനെയും പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഫ്ളാറ്റ് മാഫിയയുടെ അപ്രീതിക്ക് പാത്രീഭൂതനായ അനിൽകാന്തിൻ്റെയും കസേര തെറിച്ചത്. ബെഹ്റയെ ഫയർഫോഴ്സിൽ നിയമിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന സർക്കാർ നീക്കത്തിനും തിരിച്ചടിയേറ്റു. ADGP റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ വഹിക്കേണ്ട പദവിയിലേക്ക് തന്നെ തരം താഴ്ത്തിയതായി ബെഹ്റയ്ക്ക് പരാതിയുണ്ട്. സർക്കാരിൻ്റെ അവിഹിത താൽപ്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത ജേക്കബ് തോമസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സർക്കാർ തട്ടിക്കളിക്കുകയാണ്. ഈ പട്ടികയിലേക്കാണ് ലോക്നാഥ് ബെഹ്റയും അനിൽകാന്തും കൂടി കടന്നു വരുന്നത്. തടവുകാരുടെ ക്ഷേമത്തിനായി തുണിത്തരങ്ങൾ വിപണിയിലിറക്കാനുള്ള നീക്കങ്ങളുമായി ബെഹ്റ മുന്നോട്ട് പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെയും സർക്കാർ സ്ഥലം മാറ്റിയത്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥരെ തട്ടിക്കളിക്കുന്ന സർക്കാരിൻ്റെ ഈ നിലപാടിൽ യുവ IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കടുത്ത അമർഷത്തിലാണ്. ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർക്കോഴ കേസ് തുടരന്വേഷണം പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന് പകരം ജസ്റ്റിസ് കെമാൽ പാഷ വാദം കേൾക്കും. നാളെയാണ് കേസ് പരിഗണിക്കുക. ഇടുക്കി സ്വദേശി സണ്ണി മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജി ജസ്റ്റിസ് B സുധീന്ദ്രകുമാറാണ് പരിഗണിച്ചിരുന്നത്. ഹർജി പരിഗണിക്കവേ സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. KM മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിൽ വിജിലൻസ് തുടരന്വേഷണം നടത്തുന്നതിന് എന്ത് പ്രസക്തിയാണെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. KM മാണി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ റിവിഷൻ ഹർജിയിൽ അന്തിമവാദം കേൾക്കുന്നത് ഡിസംബർ 2 മാറ്റുകയായിരുന്നു. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിൻ്റെ തലേ ദിവസം ചീഫ് ജസ്റ്റിസ് ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. സമാനമായ ഹർജി ജസ്റ്റിസ് കമാൽ പാഷ നേരത്തെ പരിഗണിച്ചിരുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിച്ചത്. KM ഉമേഷ്, കൊച്ചി. സൈനിക രഹസ്യങ്ങൾ ചോർത്തതിന് കഴിഞ്ഞ ദിവസം പിടിയിലായവർക്ക് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നതായി സൂചന. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ദില്ലി പോലീസ് അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്.
സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് ചോർത്തിയതിന് BSF ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 2 പേരെ ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. BSF ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ റഷീദ്, രജൌരി സ്വദേശി കഫിയത്തുള്ള ഖാൻ എന്നിവരാണ് പിടിയിലായത്. BSFന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഷീദ് അതിർത്തിയിലെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ISIക്ക് ചോർത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ ചോർത്തിയ ഇവർക്ക് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ച് ജോയിന്റ് കമ്മീഷണർ രവീന്ദ്ര യാദവ് അറിയിച്ചു. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളാണ് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യദ്രോഹിയുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹമില്ലെന്ന് ISI ഏജന്റിന്റെ ഭാര്യ അസ്മ. കഴിഞ്ഞ ദിവസം പിടിയിലായ പാകിസ്ഥാനി പൗരനും ISI ഏജന്റുമായ മുഹമ്മദ് ഇജാസിന്റെ ഭാര്യ അസ്മയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ട ഇജാസിനെ പാകിസ്ഥാനിയാണെന്നും തീവ്രവാദിയാണെന്നും അറിയാതെ വിവാഹം കഴിക്കുകയായിരുന്നു അസ്മ. എല്ലാം അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തന്റെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന തീവ്രവാദിയുടെ മകന് ജന്മം നൽകാൻ ആഗ്രഹിക്കാത്ത താൻ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 8 മാസം ഗർഭിണിയായതിനാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ താൻ തന്റെ കുഞ്ഞിനെ ഒരു ഇന്ത്യക്കാരനായി വളർത്തുമെന്നും അസ്മ കൂട്ടിച്ചേർത്തു. അതേസമയം ഇജാസ് തീവ്രവാദിയാണെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ തന്റെ മകൾ ഒരു പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളെ താൻ വീണ്ടും വിവാഹം കഴിപ്പിക്കുമെന്നും കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് മകൾ പോകണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും അസ്മയുടെ പിതാവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ആരാ സ്വദേശിനിയായ അസ്മയെ 2014 ഒക്ടോബറിലാണ് മുഹമ്മദ് ഇജാസ് വിവാഹം ചെയ്തത്. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകളുമായി പാക് ചാര ഏജൻസിയായ ISIയുടെ ഏജന്റായ ഇജാസിനെ മീററ്റ് കണ്ടോൺമെന്റ് പ്രദേശത്തു നിന്ന് UP പ്രത്യേക ദൗത്യസേനയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് പുറമെ പാക് ID കാർഡ്, പശ്ചിമബംഗാളിലെ വിലാസത്തിലുള്ള വ്യാജ വോട്ടർ ID, UPയിലെ ബറേലി ജില്ലയിലെ വിലാസത്തിലുള്ള വ്യാജ ആധാർ കാർഡ്, ഡൽഹി മെട്രോ കാർഡ്, ലാപ്ടോപ്പ്, പെൻഡ്രൈവുകൾ, നേപ്പാളി സൗദി കറൻസികൾ, ATM കാർഡുകൾ എന്നിവ ഇജാസിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. 2012 മുതൽ ഇയാൾ ISIയുടെ കീഴിലുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ചെയ്ത തൊഴിലിന് കൂലിയായി ISI ഇതുവരെ ഇയാൾക്ക് 6 ലക്ഷത്തോളം രൂപ നൽകിയിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിലെ തന്റെ കുടുംബത്തിന് പ്രതിമാസം 50,000 രൂപ നൽകുന്നുണ്ടെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. ISുമായി നടത്തുന്ന എണ്ണ വ്യാപാരം സംരക്ഷിക്കാനാണ് യുദ്ധവിമാനം വെടിവെച്ചിട്ടതെന്ന ആരോപണം തെളിയിക്കാൻ റഷ്യയ്ക്ക് തുർക്കിയുടെ വെല്ലുവിളി. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് തെളിയിക്കുന്ന രേഖകൾ നൽകണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ പറഞ്ഞു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തുർക്കി ISൽ നിന്ന് എണ്ണ വാങ്ങുന്നതായി തെളിയിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് തുർക്കി പ്രസിഡന്റ് ത്വയ്യിബ് എർദോഗാൻ പറഞ്ഞു. ആരോപണം തെറ്റാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും രാജിവെക്കാൻ തയ്യാറാവണം. റഷ്യയും തുർക്കിയും തമ്മിലുള്ള സഹകരണം നയതന്ത്ര പങ്കാളികൾ എന്ന നിലയിലേക്ക് വളർന്നതാണെന്നും അതിനാൽ വികാരപരമായ പ്രസ്താവനകൾ നടത്തുന്നത് നല്ലതല്ലെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു. ISുമായി നടത്തുന്ന എണ്ണ വ്യാപാരം സംരക്ഷിക്കാനാണ് തുർക്കി തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടതെന്ന നിഗമനത്തിലാണ് എത്താൻ കഴിയുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആരോപിച്ചിരുന്നു. പാരീസിൽ UN കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പുടിന്റെ ആരോപണം. ISന്റെയും മറ്റു തീവ്രവാദ സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ എണ്ണ തുർക്കിയിലേക്ക് കടത്തുന്നതായി തങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. വിമാനം വെടിവെച്ചിട്ട സംഭവത്തിൽ ക്ഷമാപണം നടത്താൻ തുർക്കി പ്രധാനമന്ത്രി ദാവൂദ് ഒഗ്ലു തയ്യാറാകാത്തതിന് പിന്നാലെയാണ് റഷ്യ ആരോപണവുമായി രംഗത്ത് വന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് നവംബർ 24-നാണ് തുർക്കി റഷ്യൻ വിമാനം വെടിവെച്ചിട്ടത്. വിമാനത്തിലെ 2 പൈലറ്റുമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്.